സുധീഷ് കുമാറും സമാനമായിട്ടുള്ള മൊഴി തന്നെ പറഞ്ഞിരിക്കുന്നുവെന്നു. അതായത് എല്ലാ അർത്ഥത്തിലും ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിയിൽപ്പെട്ട ഉദ്യോഗസ്ഥ വിഭാഗത്തിൽപ്പെട്ട ചില ഉന്നതരാണ് തനിക്ക് ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഈ ചെമ്പെന്ന് രേഖപ്പെടുത്തുന്നതിന്. അതുമാത്രമല്ല, ചെമ്പെന്ന് രേഖപ്പെടുത്തിയ ശേഷം ഈ രേഖകൾ ഇവരെ എല്ലാവരെയും കാണിച്ചതാണ്. അവരാരും തിരുത്താൻ പറഞ്ഞില്ല. ഈ രേഖകളെല്ലാം തന്നെ ഇവരുടെ അനുമതിയോട് കൂടിയിട്ടാണ് ഔദ്യോഗിക രേഖകളാക്കി മാറ്റിയത് എന്നുള്ളതടക്കമുള്ള മൊഴിയാണ് സുധീഷ് കുമാർ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് സുധീഷ് കുമാർ നിർണായകമായ ചോദ്യം ചെയ്യലാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇതുവരെയും അറസ്റ്റ് ചെയ്തിരുന്നതും ചോദ്യം ചെയ്തിരുന്നതും ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും മാത്രമാണ്. ദേവസ്വം ബോർഡിന്റെ അംഗങ്ങളെയോ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയോ ഇത് ആദ്യമായിട്ടാണ് ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത്. അന്വേഷണം അവരിലേക്ക് ചെന്നെത്തുന്നു എന്നതിന്റെ ഒരു സൂചന കൂടിയാണ്. ഇനി സ്വാഭാവികമായും പത്മകുമാറിലേക്ക് ചോദ്യം ചെയ്യലുണ്ടാവുമെന്നത് ഉറപ്പാണ് ഈ ഘട്ടത്തിൽ. കാരണം പത്മകുമാറാണ് ഈ സ്വർണം മോഷ്ടിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിട്ടിരുന്നത്. എന്നാൽ അതിനുശേഷം ഇപ്പോൾ ചോദ്യം ചെയ്തിരിക്കുന്നത് വാസുവിനെയാണ്. വാസു ആ സമയത്ത് കമ്മീഷണറായിരുന്നു. പിന്നീടാണ് വാസു ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആവുന്നത്. ആ സമയത്ത് എൻ വാസുവിന് വന്നിരുന്നൊരു ഇമെയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ദുരൂഹമായ ഇമെയിലാണ്. അതായത് സ്വർണം പൂശിയതിനു ശേഷമുള്ള ബാക്കി വന്ന സ്വർണം എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളതായിരുന്നു ആ പ്രതികരണം. എന്നാൽ ആ ഒഴുക്കൻ മട്ടിലാണ് അതിന് മറുപടി നൽകി വിട്ടത്. ആ കാര്യത്തിൽ നടപടിയൊന്നും തന്നെ കൈക്കൊണ്ടതുമില്ല. ആ സ്വർണം തിരിച്ചുപിടിക്കാനുള്ള ഒരു ശ്രമം എൻ വാസുവിൻ്റെയോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയോ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നതുമില്ല. അതാണ് ഇതിലേറെ ശ്രദ്ധേയമായ കാര്യം. ഈ കേസിൽ SITക്ക് ഏറ്റവും നിർണായകമായതും ഇനി പിടിച്ചു കയറാൻ കഴിയുന്നതും എൻ വാസുവിൻ്റെ മൊഴികളിൽ കൂടിയാണ്. അന്ന് എൻ വാസു നമ്മളോടടക്കം സമർത്ഥിച്ച് അല്പസമയത്തുള്ള എൻ വാസു എന്താണ് നമ്മളോട് പറഞ്ഞതെന്ന് ഞാൻ പ്രേക്ഷകരെ കേൾപ്പിക്കാം. അന്ന് എൻ വാസു നമ്മളോട് പറഞ്ഞിരുന്നത് ഇതൊന്നും തനിക്കറിയുന്ന കാര്യമല്ല, തനിക്ക് ഇങ്ങനെ ഒരു മെയിൽ വരുന്നു, ആ മെയിൽ വരുന്ന സമയത്ത് താൻ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് അത് ഫോർവേഡ് ചെയ്തു എന്നതിനും അപ്പുറത്തേക്ക് ഇതിൽ ഒരു പങ്കുമില്ല എന്നുള്ളതാണ്. ഹരി അറിയേണ്ടത് എൻ വാസുവിനെ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. അതിന്റെ അർത്ഥം ഇനി നേരെ ആ സമയത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിലേക്കും അന്വേഷണം ചെന്നെത്തുകയാണ് എന്നാണോ? തീർച്ചയായിട്ടും അരുൺ, അന്വേഷണം ഉന്നതരിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. നേരത്തെ നമുക്കുണ്ടായിരുന്ന സംശയം ഈ പ്രതിപട്ടികയിലുള്ള ഉദ്യോഗസ്ഥരെ എല്ലാം തന്നെ ചോദ്യം ചെയ്ത് അവരുടെയൊക്കെ അടുത്തു നിന്നുള്ള മൊഴികൾ പരിശോധിച്ച ശേഷം മാത്രമേ ഈ ഭരണസമിതിയിൽപ്പെട്ട ആളുകളിലേക്ക് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നതരിലേക്കൊക്കെ എത്തുകയുള്ളൂ എന്നുള്ളതായിരുന്നു. പക്ഷേ അന്വേഷണം വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് നൽകിയിട്ടുള്ള സമയപരിധി അവസാനിക്കും മുമ്പ് തന്നെ ഭരണസമിതിയിൽപ്പെട്ട ആളുകൾ, ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ പദവിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിൽ ഇരുന്ന ആളുകളൊക്കെ തന്നെ ചോദ്യം ചെയ്യുക, അവരുടെയൊക്കെ തന്നെ അറസ്റ്റിലേക്ക് നയിക്കുന്ന രീതിയിലേക്ക് അന്വേഷണം കൊണ്ടുപോവുക എന്നുള്ളതാണ് നിലവിൽ അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നുണ്ട്. അതായത് വാസുവിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കൃത്യമായി വാസുവിലേക്കും പത്മകുമാറിലേക്കും 2019 ദേവസ്വം ബോർഡ് ഭരണസമിതിയിലേക്കുമൊക്കെ അന്വേഷണം എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇതിന്റെ ബാക്കി നടപടികൾ, അതായത് കസ്റ്റഡിയോ അറസ്റ്റോ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നതിന് മറ്റു ചില കാര്യങ്ങൾ കൂടി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി മാത്രമാണ് ഇപ്പോൾ വിട്ടയച്ചത് എന്നുള്ളത് കൂടിയാണ്. നിലവിൽ കട്ടിളപ്പാളിയിലെ സ്വർണം കവർന്ന കേസിലടക്കം ഈ എൻ വാസു പ്രതിയാണ് എന്നുള്ളത് കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രതികളെല്ലാം അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അത് രണ്ടാം ഘട്ടത്തിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ എൻ വാസുവിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു പ്രേരണയിലേക്ക് SIT എത്തിയത് അതിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിലും മൊഴികളുടെ അടിസ്ഥാനത്തിലുമാണ് എന്നുള്ള കാര്യം നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അതായത് എൻ വാസുവിന്റെ കൃത്യമായ പങ്ക് SITയുടെ പക്കൽ മൊഴിയുടെ രൂപത്തിലുണ്ട്. അതിന് ചില തെളിവുകളുടെ കാര്യം കൂടി, അഭാവം കൂടി മാത്രമേ ഉള്ളൂ. അതൊന്ന് ഉറപ്പിച്ചാൽ ഒരു പക്ഷേ അറസ്റ്റിലേക്ക് ഉടൻ തന്നെ കടക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. ഇപ്പോൾ ബുധനാഴ്ച അടുത്ത അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കുകയാണ്. ആ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ ഈ നിർണായകമായിട്ടുള്ള കണ്ടെത്തലുകൾ ഉണ്ടാകും. വാസുവിനെതിരായിട്ടുള്ള സുധീഷ് കുമാറിന്റെ മൊഴിയടക്കം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഒരുപക്ഷെ അത് പുറത്തു വന്നാലായിരിക്കും എങ്ങനെയാണ് വാസുവിന്റെ ഇടപെടൽ ഉണ്ടായതെന്നുള്ള കൃത്യമായ വിവരങ്ങൾ നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, സുധീഷ് കുമാർ, അതായത് പോറ്റിയുടെയും മുരാരി ബാബുവിന്റെ മൊഴികൾക്ക് അപ്പുറത്തേക്ക് സുധീഷ് കുമാറിന്റെ മൊഴി വന്നപ്പോഴാണ് ഭരണസമിതിക്ക് ഇതിനകത്തുള്ള കൃത്യമായ പങ്കിനെ കുറിച്ചുള്ള ഒരു ബോധ്യം SITക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടി അത് ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിലേക്ക് SITക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് അപ്പോൾ തന്നെ, അതായത് സുധീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ വിട്ട് തൊട്ടുപിറകെ തന്നെയാണ് വാസുവിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത ഘട്ടം എന്നുള്ള നിലയ്ക്ക് ദേവസ്വം ബോർഡ് ഭരണസമിതിയിൽ അന്നുണ്ടായിരുന്ന 3 ആളുകളെ, പത്മകുമാറിന്റെ ഭരണസമിതിയാണ്, ആ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന 3 പേരെ കൂടി ഉടനടി തന്നെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിഞ്ഞത്. ഇതുവരെയും മുരാരി ബാബുവിനോടൊപ്പം എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാറിനെയുമാണ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്തത്. ഇപ്പോഴിതാ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പഴയ പ്രസിഡന്റിലേക്ക്, ഒപ്പം അന്ന് ആ സമയത്ത് കമ്മീഷണറായിരുന്ന എൻ വാസുവിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ഉന്നതങ്ങളിലേക്ക് അന്വേഷണം എത്തുന്നു എന്നുള്ളതാണ്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. ഒരു പഴുതുമില്ലാതെയായിരിക്കും ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. സ്വാഭാവികമായും
തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങളിലേക്ക് കൂടി അന്വേഷണം എത്തുന്നു എന്നതിന്റെ സൂചനയാണിത്. അടുത്തത് പത്മകുമാർ എന്ന് ഏറെക്കുറെ ഉറപ്പിക്കാം അല്ലേ? ഉറപ്പായും അരുൺ അതുതന്നെയാണ്. അതിൽ ഹരി പറഞ്ഞ് അവസാനിപ്പിച്ചതാണ് അതിൽ പ്രധാനം. കാരണം ബുധനാഴ്ച ഇടക്കാല റിപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ ഇടക്കാല റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് ഹൈക്കോടതി അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഞങ്ങൾ ഉദ്യോഗസ്ഥരിൽ മാത്രമല്ല നിൽക്കുന്നത് എന്ന്. അന്നത്തെ തീരുമാനം എടുത്ത ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിയിലേക്ക് നീങ്ങുന്നു. അതോടൊപ്പം തന്നെ ആ സമയത്തുണ്ടായിരുന്ന ദേവസ്വം കമ്മീഷണറിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ദേവസ്വം കമ്മീഷണർ ബോർഡ് പ്രസിഡന്റ് ആകുന്നത് അപൂർവമാണ്. സാധാരണ അങ്ങനെ ഒരു അവസരമാണ് എൻ വാസുവിന് കിട്ടിയത്. എൻ വാസു ദേവസ്വം കമ്മീഷണർ എന്ന നിലയിൽ ഉദ്യോഗസ്ഥനുമായിരുന്നു. അതോടൊപ്പം തന്നെ ഭരണസമിതിയുടെ പ്രസിഡന്റുമായിരുന്നു, ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമായിരുന്നു. എൻ വാസുവിനെ ചോദ്യം ചെയ്തു എന്നുള്ളത് അതൊരു സൂചന തന്നെയാണ്. ഉറപ്പായും ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറായിരുന്ന കാലത്തുണ്ടായ ഈ സംഭവം എന്ന നിലയിലും ഒപ്പം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത അന്വേഷണ സംഘം വരുത്തിയിട്ടുണ്ടോ എന്ന വിവരമാണ് ഇനിയിപ്പോൾ എന്തായാലും അറിയാനുള്ളത്. ഉറപ്പായും അരുൺ പറഞ്ഞതുപോലെ ഇത് പത്മകുമാറിലേക്കുള്ള ചവിട്ടുപടി തന്നെയാണ്. പത്മകുമാറിലേക്ക് അന്വേഷണം എത്തുമെന്ന കാര്യം ഉറപ്പാണ്. പത്മകുമാറിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് എന്നത് തന്നെയാണ്. കാരണം 2017 നവംബർ മുതൽ 19 നവംബർ വരെയുള്ള കാലഘട്ടത്തിലാണ് ഏറെ പ്രമാദമായ സംഭവങ്ങളെല്ലാം ശബരിമലയിൽ നടന്നിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് പത്മകുമാറിനും കൂടെയുള്ള മറ്റ് ഭരണസമിതി അംഗങ്ങൾക്കും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല എന്ന് തുടക്കം മുതൽ തന്നെ നമ്മൾ പറയുന്നുമുണ്ടായിരുന്നു. ആ രീതിയിലേക്ക് തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം പോകുന്നു എന്നുള്ളതാണ്. അരുൺ, ഇതിൽ മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുത്തതോടു കൂടിയാണ് എങ്ങനെയാണ് അന്നത്തെ ദേവസ്വം ബോർഡ് ഭരണസമിതിയിൽ ഇതിലുള്ള റോള് എന്ന് മനസ്സിലാക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് മനസ്സിലായത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആ മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുക്കുന്നു. ആ സമയത്ത് നമ്മൾ പുറത്തുവിട്ട ആ മിനിറ്റ്സുകളെല്ലാം തയ്യാറാക്കിയിരിക്കുന്നത് അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറായ സുധീഷ് കുമാറാണ്. ആ സുധീഷ് കുമാറിനെയാണ് ചോദ്യം ചെയ്ത് പിന്നീട് അറസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ഇനിയിപ്പോൾ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ചെറിയ ഉദ്യോഗസ്ഥരിലേക്ക് പോകുന്നതിലും മുമ്പ് അതിൻ്റെ തീരുമാനമെടുത്ത ആളുകളിലേക്ക് പോവുക എന്നുള്ളതാണ്. നിർണായക പദവികളിൽ ഉണ്ടായിരുന്ന ആളുകളിലേക്ക് പോവുക എന്നുള്ളതാണ്. കാരണം ഇവർ ഇല്ലാതെ ഇങ്ങനെ ഒരു സ്വർണ്ണക്കൊള്ള ശബരിമലയിൽ നടക്കില്ല എന്ന പൂർണ്ണ ബോധ്യം പ്രത്യേക അന്വേഷണ സംഘത്തിനുണ്ട്. ആ സമയത്ത് നമുക്കുണ്ടായിരുന്ന സംശയം ഇതിൽ സർക്കാർ ഏതെങ്കിലും തരത്തിൽ ഇടപെടുമോ എന്നുള്ളതാണ്. ഇടപെടുന്നില്ല എന്നുള്ളതിൻ്റെ സൂചനയാണ് എൻ വാസുവിൻ്റെ ചോദ്യം ചെയ്യലിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഇടപെട്ട് കഴിഞ്ഞാൽ അതിന് പ്രത്യേക അന്വേഷണ സംഘം വഴങ്ങിക്കഴിഞ്ഞാൽ അതിനുള്ള മറുപടി ഹൈക്കോടതിയിൽ പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു റിസ്കിന് പ്രത്യേക അന്വേഷണ സംഘം നിൽക്കില്ല എന്ന് തുടക്കം മുതൽ തന്നെ നേരത്തെ എൻ വാസു സംസാരിച്ചിരുന്നു. നമ്മുടെ പ്രതിനിധി റാഹിസ് റഷീദിനോട് കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ഈ വാർത്ത നമ്മൾ ആദ്യം പുറത്തുവിട്ടപ്പോൾ നമ്മളോടാണ് ആദ്യ പ്രതികരണം നടത്തിയത്. എൻ വാസു വന്ന് പ്രതികരിച്ചതുകൂടി നമുക്കൊന്ന് കേട്ടുവരാം. പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ടാണ് നമ്മളോട് സംസാരിച്ചത്. താൻ ഈ ഇമെയിലിൽ ഒരു പങ്കാളിയുമല്ല, തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല. ഇങ്ങനൊരു മെയിൽ പല ഇമെയിലിൽ വരുന്ന കൂട്ടത്തിലൊരു മെയിൽ വന്നതാണ്. സ്വർണം പൂശിയതിന് ശേഷമുള്ള സ്വർണം വിവാഹാവശ്യത്തിന് ഉപയോഗിക്കണം എന്നുള്ളതായിരുന്നു അയാളുടെ ആവശ്യം. അതുമായി ബന്ധപ്പെട്ട തീരുമാനത്തിന് ഞാൻ ബോർഡിലേക്ക് എഴുതി എന്നതിനും അപ്പുറത്തേക്ക് മറ്റൊരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നാണ് എൻ വാസു അന്ന് നമ്മളോട് പറഞ്ഞത്. നമുക്കൊന്ന് കേട്ടുവരാം. സെപ്റ്റംബർ മാസത്തിൽ ഈ വാർത്ത ആദ്യം പുറത്തു വന്നപ്പോൾ എൻ വാസു നടത്തിയ ആദ്യ പ്രതികരണം. പിന്നെ ഈ ദേവന്റെ മുതൽ അപഹരണം ആരും നടത്തരുത്, അത് ദേവസ്വം ബോർഡിന് തന്നെ കിട്ടണം എന്നുള്ള അഭിപ്രായമാണ് ഞാൻ. അത് ഏതെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടാവും? ഒരുപാട് കേസുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ കമ്മീഷണറായിരുന്ന സമയത്തൊക്കെ ഒരുപാട് കേസുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. വിജിലൻസ് എന്നോട് ഒരക്ഷരവും ചോദിച്ചിട്ടില്ല. ഒരു സ്വാഭാവിക നീതിയുടെ ഭാഗമായിട്ട് ഇതെന്താണെന്ന് എന്നോടൊന്ന് ചോദിക്കേണ്ടതാണ്. എനിക്കെതിരെയുള്ള ഒരു രേഖ പോലെ കോടതി സമർപ്പിച്ചപ്പോൾ എന്നോട് ചോദിക്കേണ്ടതാണ്. ഇത് നിങ്ങളെല്ലാവരും കണ്ടു ഈ രേഖ. ഇതിൽ സാധാരണ ഒരു നടപടിക്രമം പാലിച്ച് ഞാൻ ഒരു റിപ്പോർട്ടും ചോദിച്ചിട്ടില്ല. അഭിപ്രായം പറയാൻ കോമ്പറ്റൻ്റ് ആയിട്ടുള്ള ആളുകളാണ് ഇവർ രണ്ടുപേരും, തിരുവാഭരണം കമ്മീഷനും. അവരോട് ചോദിച്ചു, എനിക്കിത് അറിഞ്ഞുകൂടാ, ഇത് ബാക്കിയുണ്ടോ, എങ്ങനെ ബാക്കി വന്നു, നല്ല ക്വാളിറ്റി, ഇതൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഒക്ടോബർ 7-ാം തീയതി എൻ വാസു നമ്മളോട് നടത്തിയ റാഹിസ് റഷീദിനോട് നടത്തിയ പ്രതികരണമാണ് പ്രേക്ഷകർ കണ്ടത്. അതിൽ പൂർണ്ണമായിട്ടും നിഷേധിക്കുകയാണ്. വിജിലൻസ് ഈ റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കുന്നതിന് മുൻപ് തന്നോടൊരു വാക്ക് പോലും ചോദിക്കാതിരുന്നത് മോശമായി പോയി എന്നാണ് എൻ വാസു പറഞ്ഞത്. ഇപ്പോൾ എൻ വാസുവിനെ ചോദ്യം ചെയ്തിരിക്കുന്നത് സാക്ഷാൽ SIT ആണ്.